കാഴ്ചകൾ തേടി പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും കാഴ്ചകൾ നമ്മളെ തേടി വരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ് കാസർഗോഡ് തൃക്കരിപ്പൂരിലുള്ളത്. അതിരുകളില്ലാത്ത ആകാശത്തിലൂടെ കൂട്ടത്തോടെ ചിറകടിച്ച് പറന്നുയരുകയാണവർ. ഒരൊറ്റ നോട്ടത്തിൽ മരങ്ങളുടെ ഇലകളെല്ലാം പറന്നുപോയോ എന്ന് തോന്നിപ്പോകും. 1000-ൽ പരം കിളികളാണ് തൃക്കരിപ്പൂരിന്റെ ഹൃദയഭാഗത്തുകൂടി പറന്നു നടക്കുന്നത്. അതിരാവിലെയും വൈകിട്ടും നഗരഹൃദയത്തിൽ ചേക്കേറെത്തുന്ന പറവക്കൂട്ടം അവയുടെ ബാഹുല്യം കൊണ്ട് ആരെയും വിസ്മയിപ്പിക്കും. നേരം ഇരുട്ടി തുടങ്ങുമ്പോൾ ചില്ലകളിലെ താമസക്കാർ കൂട്ടത്തോടെ എത്തിത്തുടങ്ങും. നഗര കോലാഹലങ്ങൾ പതിയെ അടങ്ങുമ്പോൾ പിന്നെ അവിടെയാകെ പക്ഷികളുടെ ചിറകടിയും കളകള ശബ്ദങ്ങളും മാത്രമാകും. അടുത്തിടെ വിരുന്നെത്തിയ ആയിരക്കണക്കിന് ചെറുകിളികളാണ് നഗരം കൈയടക്കിയിരിക്കുന്നത്. നിരവധി മരങ്ങൾ ഇവിടെ തണൽ വിരിച്ചു നിൽപ്പുണ്ട്. ഓരോ മരവും നൂറുകണക്കിന് പക്ഷികളുടെ ആവാസ കേന്ദ്രവുമാണ്. ത്രഷ് കുടുംബത്തിൽപ്പെട്ട ഇവ കഴിഞ്ഞ വർഷം മുതലാണ് തൃക്കരിപ്പൂരിൽ ആവാസമർപ്പിച്ചു തുടങ്ങിയത്. അതിരാവിലെ നഗരത്തിലെത്തുന്നവർക്ക് എന്നും മനോഹര കാഴ്ച സമ്മാനിക്കാറുണ്ട് ഈ പറവക്കൂട്ടം. രാവിലെ തീറ്റ തേടി പോയവരെല്ലാം വൈകിട്ട് 6 മണിയോടെ മടങ്ങിയെത്തി തുടങ്ങും. നാട്ടുകാർക്കും ഇവ ഏറെ പ്രിയപ്പെട്ട കാഴ്ചകളാണ്. തൃക്കരിപ്പൂർ ടൗണിൽ ഇങ്ങനെ പക്ഷികൾ അവരൊരു വീട് മാതിരിയായി. ഇപ്പോൾ 2-3 വലിയ മരമുണ്ട്. അതിൽ നിറച്ചും പക്ഷികളാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ചെറിയ ചെറിയ ഏളപ്പക്ഷികൾ എവിടുന്നാന്നറിയില്ല, ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ? നല്ല രസമാണ് കേൾക്കാൻ. ആരും ഉപദ്രവിക്കാറില്ല എന്നത് തന്നെയാണ് ഈ മരച്ചില്ലകളെ പക്ഷികൾ പ്രിയപ്പെട്ടതാക്കുന്നതും. വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മരങ്ങൾക്ക് കോടാലി വെക്കാൻ തീരുമാനിക്കുന്നവരിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ നഗരം. ഹരിതശോഭ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും അതിലേക്ക് ചേക്കേറുന്ന ആയിരക്കണക്കിന് പറവകളും ആവാസ വ്യവസ്ഥയുടെ ചേർത്തുവെക്കലുകളാണ്.